എയർ ഇന്ത്യ വിമാനാപകടത്തിൽ ഇതുവരെ സ്ഥിരീകരിച്ചത് 265 പേരുടെ മരണമാണ്. മരണസംഖ്യ 290 വരെ ഉയരുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. എന്നാൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ ആരുടേതെന്ന് തിരിച്ചറിയാനായി DNA പരിശോധന തുടങ്ങിയിട്ടുണ്ട്. അപകട കാരണം അന്വേഷിക്കുന്ന AIB സംഘം സംഭവസ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ബാബു ചേരുകയാണ്. കിരൺ, DNA പരിശോധന പൂർത്തിയാക്കി എപ്പോഴേക്കും മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാനാവുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്? 265 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ മരണം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയല്ലേ ഇപ്പോൾ? അതായത് മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയല്ലേ ഇപ്പോഴത്തെ വിവരം? മഞ്ജുഷെ, അത് തന്നെയാണ് ഔദ്യോഗികമായ മരണ കണക്കാണ് 265 എന്നത്. 290 എന്നുള്ള കണക്കുകളാണ് മറ്റ് ഏജൻസികളിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ലാത്ത നിലയ്ക്ക് മാത്രമാണ് നമ്മൾ 265 എന്ന കണക്ക് നൽകുന്നത്. ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ 290 എന്ന് ഏജൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം 242 പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. അതിൽ 241 പേരും മരണമടഞ്ഞു. 10 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരണമടഞ്ഞു. മറ്റേത് 14 ആ കെട്ടിടത്തിലുണ്ടായിരുന്ന പ്രദേശവാസികളോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ആ കെട്ടിടത്തിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന മറ്റ് ജീവനക്കാരും പുറത്തുനിന്ന് വന്ന ആളുകളുമൊക്കെ ഉണ്ടായിരുന്നു. കെട്ടിടത്തിലും സമീപ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നവർ. അങ്ങനെ 14 പേരുടെ മരണം കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനിയും കൂടുതൽ പേരുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് ലഭ്യമായിട്ടുണ്ട്. അത് ആരെല്ലാമാണെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. കാരണം ഇത് വിമാനാപകടത്തിൽ വിമാനം പൊട്ടിത്തെറിച്ച് ഇടിച്ച് കെട്ടിടവും പല ഭാഗങ്ങളും പൊട്ടിത്തെറിച്ചു. അപ്പോൾ സ്വാഭാവികമായും പല ആളുകളുടെയും മൃതദേഹത്തിൻ്റെ പല ഭാഗങ്ങളായിട്ടാണ്, കൈയും തലയും കാലും ഒക്കെ പല പല ഭാഗങ്ങളായിട്ടാണ് പലരുടെയും ലഭ്യമായിരിക്കുന്നത്. ഇത് ആരുടെ മൃതദേഹമാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. പ്രാഥമികമായി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ 240 പേരുടെയും എല്ലാം വിമാനത്തിലുണ്ടായിരുന്ന 242 പേരുടെയും 241 പേർ മരിച്ചു. അതിലവരുടെ എല്ലാം ബന്ധുക്കളോട് DNA പരിശോധനയ്ക്ക് വേണ്ടി എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 210ഓളം പേർ DNA പരിശോധനയ്ക്കായി ചേർന്നിട്ടുണ്ട്. അത്രയും പേരുടെ DNA പരിശോധന തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അതിൽ 6 പേരുടെ DNA പരിശോധനയിലൂടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ചില മൃതദേഹങ്ങൾക്ക് അങ്ങനെ കാര്യമായ കേടുപാടുകളില്ലാത്തതുകൊണ്ട് വേഗത്തിൽ തിരിച്ചറിയാനുള്ള കഴിഞ്ഞ അത്തരം മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ 6 പേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. മറ്റ് മൃതദേഹങ്ങളുടെ പരിശോധന പ്രധാനമായും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ മൃതദേഹ ഭാഗങ്ങൾ കിട്ടിയവരുടേതാണ് ഏറ്റവും പ്രയാസകരമായ അവസ്ഥയിൽ നിൽക്കുന്നത്. ഓരോ ഭാഗവും കിട്ടിയ ഭാഗങ്ങൾ ഇതിൽ ഏതെല്ലാം ഭാഗങ്ങൾ ആരുടേതാണ് എന്നത് തിരിച്ചറിയണം. അത് ഏത് ആളുടേതാണ് തിരിച്ചറിയണമെങ്കിൽ ഈ മൃതദേഹ ശരീരാവശിഷ്ടങ്ങളിൽ നിന്നുള്ള DNA-യും ബന്ധുവിൻ്റെ DNA ഇതിൽ തമ്മിൽ യോജിക്കുന്ന കണ്ടെത്തിയിട്ട് വേണം അത് ആരുടേതാണെന്ന് കണ്ടെത്താൻ. അതിനുള്ള പ്രവർത്തനങ്ങൾ ചിലപ്പോൾ ഒരു ദിവസം കൂടിയൊക്കെ നീളാൻ പരമാവധി നാളെ കൊണ്ട് തന്നെ അത് പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. അത്തരം പരിശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അതോടൊപ്പം തന്നെ കിരൺ, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ഇന്ന് സ്ഥലത്തുണ്ടല്ലോ. അദ്ദേഹം ഇപ്പോഴും അവിടെ തങ്ങുകയാണോ? അഹമ്മദാബാദിൽ തങ്ങുകയാണോ? എന്തൊക്കെയായിരുന്നു പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പരിപാടികൾ? ഉന്നതതല യോഗം സമാപിച്ചോ? മഞ്ജുഷ, പ്രധാനമന്ത്രി ആദ്യം അവിടെ അഹമ്മദാബാദിലെത്തി രാജ്യം എത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയാണ് ഇത്തരമൊരു ദുരന്തത്തെ കാണുന്നതെന്ന് വെളിവാക്കുന്നത് കൂടിയായിരുന്നു. ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ഇന്നലെ വൈകിട്ട് ഉച്ചയ്ക്ക് അപകടമുണ്ടാകുന്ന വൈകിട്ട് തന്നെ അമിത്ഷാ നേരിട്ടെത്തി എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നു. ഇന്ന് പ്രധാനമന്ത്രി തന്നെ എത്തി. കാരണം ലോകമാകമാനം ശ്രദ്ധിക്കുന്ന ഒരു വലിയ അപകടമാണ്. അങ്ങനെ ഒരു ദുരന്തത്തെ എങ്ങനെയാണ് ഇന്ത്യയെപ്പോലെ രാജ്യം കൈകാര്യം ചെയ്യുന്നതെന്ന് പ്രധാനമാണ്. അത്രത്തോളം ഗൗരവം അതിന് നൽകുന്നു എന്നതിന് തെളിവ് കൂടിയാണ്. അദ്ദേഹം അവിടെ എത്തി ആദ്യം ആശുപത്രി സിവിൽ ഹോസ്പിറ്റലിലെത്തി അവിടെ ചികിത്സയിലുള്ളവരെ കണ്ടു. അതിനപ്പുറത്തേക്ക് ഒപ്പം ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട വിശ്വാസ് കുമാറിനെ കണ്ടു. അതിനുശേഷം ഈ വിമാന അപകടം നടന്ന സ്ഥലം സന്ദർശിച്ച് അവിടുത്തെ കാര്യങ്ങൾ കണ്ട് ബോധ്യപ്പെട്ടു. അതിനുശേഷമാണ് ഉന്നതതല യോഗം നടന്നത്. ഉന്നതതല യോഗത്തിൻ്റെ മറ്റ് തീരുമാനങ്ങളൊക്കെ പുറത്തു വരാനിരിക്കുന്നുള്ളൂ. പ്രധാനമായും അന്വേഷണം ഏത് തരത്തിൽ വേണം എന്ന തരത്തിലേക്കുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ പ്രാഥമികമായ അന്വേഷണമാണ് ഇപ്പോൾ നിലവിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇനി ബ്രിട്ടൻ്റെയും UK-യുടെയും ഒക്കെ സഹായം അന്വേഷണത്തിന് വേണ്ടി ഈ രണ്ട് രാജ്യങ്ങളും ഇന്ത്യ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. സഹായം നൽകാം എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ സഹായം സ്വാഭാവികമായും ഇന്ത്യ തേടാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ബോയിങ് കമ്പനിയും ഈ അന്വേഷണത്തിൽ സഹകരണം അറിയിച്ചിട്ടുണ്ട്. UK എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ചും US നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡുമാണ് ഇപ്പോൾ ഔദ്യോഗികമായി. ഈ രണ്ട് സംവിധാനങ്ങളും ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട രണ്ട് ഏജൻസികളാണ്. അവരുടെ സഹായം തേടും. അങ്ങനെ ആരുടെ എല്ലാം ചേർത്ത് വേണം അന്വേഷണം നടത്തേണ്ടത്. ലോകത്തിന് മുന്നിൽ വിശ്വാസയോഗ്യമായ കുറ്റമറ്റ ശാസ്ത്രീയമായ ഒരു അന്വേഷണം നടത്തി ഈ വിമാനാപകടത്തിൻ്റെ കാരണം കണ്ടെത്തി ബോധ്യപ്പെടുത്തേണ്ടത് ഇന്ത്യയുടെയും ബോയിങ് കമ്പനിയുടെയും എല്ലാം ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ആ തരത്തിലേക്കുള്ള ലോകത്തിന് കൂടി ബോധ്യപ്പെടുന്ന ഒരു വിദഗ്ധ സംഘത്തെ കൂടി ചേർത്തുള്ള അത്തരം ഒരു വിശാലമായ അന്വേഷണത്തിലേക്കൊക്കെ നീങ്ങുന്നു എന്നുള്ള വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത്. ഔദ്യോഗികമായ പ്രഖ്യാപനം എന്തായാലും ഉണ്ടായിട്ടില്ല. ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. സംഘം AIB-യുടെ സംഘം അവിടെ എത്തുകയും അന്വേഷണം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്.
ശരി, ഇതാണ് നടക്കുന്നത്. ഇപ്പോൾ ഒരു അന്വേഷണം എന്തായാലും വേണം. അതിൽ എന്താണ് കാരണം എന്ന് കണ്ടെത്തുകയും വേണം. ഇത് അറിയുവാനുള്ള അവകാശം ഈ രാജ്യത്തിനുണ്ട്. ലോകത്ത് ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയിരുന്ന വിമാനങ്ങളിൽ ഒന്നാണ് പറന്നുയർന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തകർന്നു വീണത്. കൃത്യമായ അപകട കാരണം കണ്ടെത്താൻ അന്വേഷണം കഴിയേണ്ടി വരും. വ്യോമയാന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന അപകടത്തിലേക്ക് നയിച്ച സാധ്യതകൾ ഇവയൊക്കെയാണ്. വിമാന അപകടങ്ങളിൽ 50%-ലധികവും സംഭവിക്കുന്നത് ലാൻഡിങ്ങിനിടെയാണ്. 5% അപകടങ്ങൾ മാത്രമാണ് ടേക്ക് ഓഫിനിടെ ഉണ്ടാകുന്നത്. ഇതാവട്ടെ എഞ്ചിൻ തകരാറ്, പക്ഷിയുടെ ആക്രമണം, റൊട്ടേഷൻ സ്പീഡിലുള്ള തകരാറുകൾ എന്നിവ മൂലമാണ്. ഇവയിൽ എന്താണ് അഹമ്മദാബാദിൽ സംഭവിച്ചത്? ഇനിയുള്ള അന്വേഷണം ആ കാരണത്തിലേക്കാണ്. ബ്ലാക്ക് ബോക്സ് വിവരങ്ങൾ ആദ്യ സൂചനകൾ നൽകും. പറന്നിരുന്ന ഉയരം, വേഗത, എഞ്ചിൻ പ്രവർത്തനം എന്നിവയെല്ലാം ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറിലുണ്ടാവും. കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ പൈലറ്റുമാരുടെ സംഭാഷണ വിവരങ്ങളടക്കവും ഉണ്ടാകും. വിമാന സുരക്ഷയും പറക്കലും സംബന്ധിച്ച് പുതിയ ചർച്ചകൾക്ക് കൂടി വഴി തുറന്നിരിക്കുകയാണ് അഹമ്മദാബാദ് അപകടം. പൈലറ്റിനുണ്ടായ പിഴവ്, മോശം കാലാവസ്ഥ, എയർ ട്രാഫിക് കൺട്രോളറുമായുള്ള ആശയവിനിമയത്തിലെ പിഴവ്, ഇത്തരം സാധ്യതകൾ അപകടത്തിന് ഇടവച്ചിരിക്കുക. പക്ഷി ഇടിച്ചത് മൂലമുണ്ടായ അപകടമെങ്കിൽ 2 എഞ്ചിനുകളും ഒന്നിച്ച് തകരാറിലാവാൻ സാധ്യതയില്ല. മാത്രമല്ല, പുറത്തുവന്ന അപകട ദൃശ്യങ്ങളിലൊന്നും ഈ സാധ്യതയ്ക്ക് സൂചനകളുമില്ല. മറ്റൊരു സാധ്യത വിമാനത്തിന്റെ ചിറകുകളിലുള്ള ഫ്ലാപ്പുകൾ പ്രവർത്തിപ്പിക്കുന്നതിൽ സംഭവിച്ച പിഴവാണ്. ടേക്ക് ഓഫ് സമയത്ത് ഫ്ലാപ്പുകൾ നേരെയാക്കാൻ വിട്ടുപോയത് അപകടത്തിന് കാരണമായേക്കാം. നോ ത്രസ്റ്റ്, പ്ലെയിൻ നോട്ട് ടേക്കിംഗ് ലിഫ്റ്റ്. ഇതാണ് പൈലറ്റ് അയച്ച സന്ദേശം. വിമാനത്തിന് ഉയരാനുള്ള ഊർജം കിട്ടാതെ പോയത് ഫ്ലാപ്പുകൾ തുറന്നിരുന്നതുകൊണ്ടാവും. മറ്റൊന്ന്, ടേക്ക് ഓഫിന് പിന്നാലെ വിമാനത്തിൽ നിന്നും അസാധാരണമായ ശബ്ദം കേട്ടുവെന്ന റിപ്പോർട്ടുകളാണ്. റാറ്റ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന റാം എയർ ടർബൈൻ പ്രവർത്തിച്ചതിന്റെ സൂചനയാണിത്. അസാധാരണ സാഹചര്യങ്ങളിൽ വിമാനത്തിന് വൈദ്യുതി നൽകുന്ന സംവിധാനമാണിത്. റാറ്റ് പ്രവർത്തിക്കേണ്ടി വന്ന സാഹചര്യം എന്തായിരുന്നുവെന്നതാണ് ഇനി കണ്ടെത്തേണ്ടത്. 676 അടി ഉയർന്നതിന് ശേഷവും ലാൻഡിംഗ് ഗിയറുകൾ പിൻവലിക്കാതെ പൈലറ്റ് കരുതൽ നടത്തിയത് ഒരുപക്ഷെ എവിടെയെങ്കിലും അടിയന്തര ലാൻഡിംഗ് വേണമെന്ന് മുന്നിൽ കണ്ടുകൊണ്ടാവാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ ആഘാതം നേരിട്ട് വിലയിരുത്തുവാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത്. വിമാനം വീണയിടം സന്ദർശിച്ച ശേഷം പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തി പ്രധാനമന്ത്രി കണ്ടു. തുടർന്ന് ഉന്നതതല യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. രാവിലെ 8:30 അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിലിറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 262 പേർ മരിച്ച ദുരന്ത ഭൂമിയിലേക്കാണ് ആദ്യമെത്തിയത്. വിമാനാപകടം നടന്ന സ്ഥലത്തെത്തിയ മോദി ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും മന്ത്രിമാരടക്കമുള്ളവരും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. തുടർന്ന് പരുക്കേറ്റവരെ പ്രവേശിപ്പിച്ച സിവിൽ ആശുപത്രിയിലേക്ക്. അപകടത്തെ അതിജീവിച്ച ഏക വ്യക്തി വിശ്വാസ് കുമാർ രമേശിനെയും പ്രധാനമന്ത്രി കണ്ടു. ആശുപത്രിയിൽ കഴിയുന്ന വിശ്വാസ് കുമാറിന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. വിമാനം ഇടിച്ചുകയറിയ BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ പരുക്കേറ്റ വിദ്യാർത്ഥികളെയും മറ്റുള്ളവരെയും കണ്ട് സംസാരിച്ചു. തുടർന്ന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം. അപകടത്തിൽ മരിച്ച ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് റുപാനിയുടെ ഭാര്യ അഞ്ജലി ഇന്ന് അഹമ്മദാബാദിലെത്തി. അപകടം നടന്നയിടത്ത് ശാസ്ത്രീയ പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ്. എയർ ഇന്ത്യ, DGCA ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അഹമ്മദാബാദിലുണ്ട്. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുവാൻ സഹോദരങ്ങൾ വൈകിട്ട് ഗുജറാത്തിലേക്ക് പോകും. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ നിരവധി പേർ പുല്ലാട്ടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. DNA പരിശോധനയുടെ ഫലം വരാൻ 72 മണിക്കൂർ വേണ്ടിവരുമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. രഞ്ജിതയുടെ മരണവാർത്ത അറിഞ്ഞത് മുതൽ തന്നെ നിരവധി ആളുകൾ ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മൃതദേഹം എപ്പോഴേക്ക് എത്തിക്കും എന്നുള്ളത് സംബന്ധിച്ച് അന്തിമമായൊരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനുള്ള പാടുപെടുകയാണ് ഇവിടെ എത്തുന്ന ഓരോരുത്തരും എന്നുള്ളതാണ്. ഈ മാസം 28-ന് പാലുകാച്ചലൊക്കെ നടത്താൻ നിശ്ചയിച്ച ശേഷമാണ് രഞ്ജിത ഇവിടെ നിന്ന് മടങ്ങിയത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട് അതിനുവേണ്ടി ഒരുക്കിയതാണ്. അവരുടെ അത്യാവശ്യ പണികളൊക്കെ പൂർത്തിയാക്കി അമ്മയും 2 മക്കളുമാണ് ഇവിടെയുള്ളത്. അവരോട് ഇവിടേക്ക് താമസിക്കാനൊക്കെ നിർദ്ദേശിച്ച ശേഷമാണ് രഞ്ജിത പോയത്. എന്തായാലും രാവിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇവിടെ എത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. ഏറ്റവും വേദനാകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ കുടുംബത്തിനുണ്ടായിട്ടുള്ള നഷ്ടം. അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള രഞ്ജിതയുടെ വിയോഗം
തീർച്ചയായിട്ടും ഈ നാടിൻ്റെ അപാര ദുഃഖമാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയായിരിക്കും സഹോദരങ്ങൾ അഹമ്മദാബാദിലേക്ക് പോകുക. അവിടെയുള്ള നോഡൽ ഓഫീസറുമായി സംസാരിച്ച് ജില്ലാ കളക്ടർ വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ നടപടിക്രമങ്ങളും പൂർത്തിയാക്കണം. ചില ലെറ്ററുകളും ഒക്കെ ആയിട്ട് വേണം പോകാൻ. ആദ്യഘട്ടത്തിൽ മൃതദേഹം തിരിച്ചറിയാൻ കഴിയുന്ന അവസ്ഥയാണോ എന്ന് പരിശോധിക്കുകയാണ് അവർ ചെയ്യുക. അതിനുശേഷമായിരിക്കും ഈ DNA സാമ്പിൾ കൊടുത്ത ശേഷം മാത്രമേ ഇത് തിരിച്ചറിയാൻ കഴിയുകയോ എന്ന് നോക്കുക. എന്തായാലും DNA പരിശോധന വേണ്ടിവരും എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. 72 മണിക്കൂറിനുള്ളിൽ മാത്രമേ ഇതിൻ്റെ ഒരു അന്തിമമായ വ്യക്തത വരൂ എന്നതാണ് ആരോഗ്യമന്ത്രി കൂടിയായ വീണ ജോർജ് വ്യക്തമാക്കിയത്. കുടുംബം വലിയ പ്രതിസന്ധിയിലുള്ള കുടുംബമാണ്. അമ്മ ക്യാൻസർ രോഗിയാണ്. 2 കുഞ്ഞു മക്കളാണുള്ളത്. 10ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കളാണ് ഉള്ളത്. ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചാണ് രഞ്ജിത ജീവിതം കരുപ്പിടിപ്പിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും. സർക്കാർ ജോലി ഉണ്ടായിട്ടും സാമ്പത്തിക പ്രതിസന്ധി വല്ലാതെ ഉണ്ടായിരുന്നു. ഒരുപാട് പ്രതിസന്ധികളെ ജീവിതത്തിൽ അഭിമുഖീകരിച്ചാണ് രഞ്ജിത ഇതുവരെ എത്തിയത്. മക്കളെ ചേർത്ത് പിടിക്കാൻ ഈ ഓണത്തോടുകൂടി നാട്ടിലേക്ക് മടങ്ങിയെത്താമൊക്കെ എന്നൊക്കെ മക്കൾക്ക് വാക്ക് കൊടുത്ത ശേഷമാണ് രഞ്ജിത അവിടേക്ക് പോയത് എന്നുള്ളതാണ്, മടങ്ങിപ്പോയത് എന്നതാണ് ഈ ബന്ധുക്കളൊക്കെയും പറയുന്നത്. എന്തായാലും ദാരുണമായ സംഭവം വലിയൊരു ദുഃഖമായി, വലിയൊരു ആഘാതമായി കുടുംബത്തിന് മാറുന്നു, ഈ നാടിനാകെ മാറുന്ന സാഹചര്യമാണുള്ളത്. പുതിയ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് ഈ മാസം 28-ന് നടത്താൻ തീരുമാനമെടുത്താണ് രഞ്ജിത കുട്ടികളോട് യാത്ര പറഞ്ഞു മടങ്ങിയത്. മക്കളുടെ ആഗ്രഹം പോലെ ഓണക്കാലം മുതൽ നാട്ടിലുണ്ടാകുമെന്ന് ഉറപ്പും നൽകിയിരുന്നു. ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ശ്രമിക്കുന്നതിനിടെയാണ് വിമാനാപകടം രഞ്ജിതയുടെ ജീവൻ കവർന്നത്. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് രഞ്ജിത നിർമ്മിച്ച സ്വപ്ന ഭവനമാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. ഏറ്റവും ദുഃഖകരമായ കാഴ്ച ഈ മാസം 28-ാം തീയതി പാലുകാച്ചൽ നടത്താനിരുന്നതാണ്. അവിടെ ഒരു പന്തൽ ഒരുങ്ങേണ്ടതായിരുന്നു. അതിന് പകരം ഇപ്പോൾ രഞ്ജിതയുടെ മരണത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്നവർക്ക് കാത്തിരിക്കാൻ വേണ്ടിയുള്ള പന്തലാണ് ഒരുങ്ങുന്നത് എന്നുള്ളതാണ്. വലിയ പ്രതീക്ഷകൾ, അതായത് ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തതാണ് രഞ്ജിതയുടെ ഒരു ജീവിതം. ആ ജീവിതത്തെ അതിജീവിച്ചുകൊണ്ട് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് എത്തിയവരാണ് ഈ ഒരു കുടുംബം. അതിനെ അതിജീവിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു വീട് നിർമ്മിച്ചത് എന്നുള്ളതാണ്. ഈ മാസം 28-ന് അച്ഛനോടും മക്കളോടും, രഞ്ജിത നാട്ടിലുണ്ടാവില്ല, അച്ഛനോടും മക്കളോടും ഈ വീട്ടിൽ ഈ ഒരു ഹൗസ് വാമിംഗ് ചടങ്ങുകൾ ഔദ്യോഗികമായി നടത്താൻ പറഞ്ഞിരുന്നതാണ്. വലിയൊരു ചടങ്ങല്ല, നിർമ്മാണം ഇനിയും പൂർത്തിയാകേണ്ടതുണ്ട്. പക്ഷേ ടൈലിൻ്റെ ജോലികളടക്കം പെട്ടെന്ന് പൂർത്തിയാക്കി തൽക്കാലത്തേക്ക് താമസിക്കാൻ കഴിയുന്ന ഒരു നിലയുണ്ടാക്കിയെടുക്കാനാണ് അവർ ശ്രമിച്ചത്. തൊട്ടപ്പുറത്താണ് പഴയ വീടുള്ളത്. ആ വീട് നമുക്ക് കാണാം. വളരെ സാധാരണമായ ഒരു ഓടിട്ട വീടാണ് അവിടെയുള്ളത്. ആ വീട്ടിലാണ് രഞ്ജിതയും 2 മക്കളും. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനുണ്ട്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളുണ്ട്. അങ്ങനെയാണ് കുടുംബം ഉള്ളത്. അതിനിടയിലാണ് അവിടേക്കാണ് ഇങ്ങനൊരു ദുരന്തം വന്നത്. മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ച് രഞ്ജിതയുടെ അമ്മയ്ക്ക് ക്യാൻസർ രോഗിയാണ്. അതായത് ഈ 2 മക്കളുടെയും ഈ അമ്മയുടെയും ഒക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് രഞ്ജിത വിദേശത്തേക്ക് പോവുകയൊക്കെ ചെയ്തത്. ഇവിടെ ഈ കോഴഞ്ചേരി താലൂക്ക് ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്നു. പക്ഷേ ഒരു സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വന്നതോടുകൂടിയാണ് ലീവ് എടുത്തുകൊണ്ട് വിദേശത്തേക്ക് പോകുന്നത്. ആദ്യം ഗൾഫിലും കഴിഞ്ഞ ഏതാണ്ട് 1 വർഷമായി UK-യിലും ജോലി ചെയ്ത് വരികയായിരുന്നു. ഈ അവധി ഒന്ന് നീട്ടിയ ശേഷം കുറച്ചു കാലം കൂടി വിദേശത്തേക്ക് നിൽക്കുക. മക്കളുടെയൊക്കെ ആഗ്രഹം അമ്മ അടുത്തുണ്ടാകണം എന്നുള്ളതായിരുന്നു. ഈ ഓണത്തിന് വീണ്ടും വരും, അതിനുശേഷം നാട്ടിൽ പരമാവധി വേഗത്തിൽ ഉണ്ടാകാം എന്നൊക്കെയാണ് രഞ്ജിത മക്കൾക്ക് നൽകിയ ഉറപ്പ്. അതിൻ്റെ വേദനയിലാണ് കുഞ്ഞുങ്ങൾ ഉള്ളത്. നമുക്കത് കാണാൻ സാധിക്കും. ഇന്നലെ സ്കൂൾ വിട്ട് വന്ന ഉടനാണ് ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് എടുത്ത് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്യന്തം ദാരുണമായൊരു സംഭവമായി തന്നെ രഞ്ജിതയുടെ വിയോഗം മാറുകയാണ്. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 പത്തനംതിട്ട. രഞ്ജിതയെ അപമാനിച്ച് ഫേസ്ബുക്കിൽ കമന്റിട്ട ഡെപ്യൂട്ടി തഹസീൽദാർക്ക് സസ്പെൻഷൻ. കാസർഗോഡ് വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസീൽദാർ പവിത്രനെയാണ് സസ്പെൻഡ് ചെയ്തത്. ന്യൂസ് 18 റിപ്പോർട്ടിന് പിന്നാലെ റവന്യൂ മന്ത്രി കെ രാജനാണ് ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ചത്. അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ മരിച്ച രഞ്ജിതയ്ക്ക് അനുശോചനം രേഖപ്പെടുത്തി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിന് താഴെയാണ് അശ്ലീല പരാമർശം. വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാരായ എ പവിത്രനാണ് രഞ്ജിതയും കുടുംബത്തെയും അപമാനിച്ച് പോസ്റ്റിട്ടത്. ജാതീയ അധിക്ഷേപത്തിനു പുറമെ തൊഴിലിനെയും സ്ത്രീയുടെ അന്തസ്സത്തെയും ഹനിക്കുന്ന രീതിയിലായിരുന്നു പരാമർശം. സംഭവം വിവാദമായതിനു പിന്നാലെ തനിക്ക് തെറ്റുപറ്റിയെന്നും പോസ്റ്റ് പിൻവലിക്കുന്നതായും ചൂണ്ടിക്കാട്ടി
ഡെപ്യൂട്ടി തഹസിൽദാർ രംഗത്ത് വന്നു. വിമാന ദുരന്തത്തിൽ രാജ്യം വിറങ്ങലിച്ചു നിൽക്കുമ്പോഴാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് തന്നെ ഇത്തരം ഹീനമായ പ്രവൃത്തി ഉണ്ടായത്. വാർത്തയായതിനു പിന്നാലെ റവന്യൂ മന്ത്രി കെ രാജൻ വിഷയത്തിൽ ഇടപെടുകയും ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകുകയുമായിരുന്നു. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ അത് മനുഷ്യത്വരഹിതമായിട്ടുള്ളൊരു കാര്യമല്ലേ. എങ്ങനെയാണ് അങ്ങനെയൊക്കെ ഒരാൾക്ക് എഴുതാനായിട്ട് കഴിയുക? അത് ഞാൻ കണ്ടില്ല, എന്താണ് അതിൻ്റെ ഉള്ളടക്കമൊന്നും കണ്ടില്ല. 2024 സെപ്റ്റംബറിൽ കാഞ്ഞങ്ങാട് MLA ഇ ചന്ദ്രശേഖരനെ ഫേസ്ബുക്കിൽ ജാതീയമായി അധിക്ഷേപിച്ചതിന് ഇയാൾക്കെതിരെ നടപടിയെടുത്തിരുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കെതിരെയും സമൂഹ മാധ്യമങ്ങളിലൂടെ ഇയാൾ അധിക്ഷേപ പരാമർശം നടത്തിയതായി പരാതിയുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ആകാശ ദുരന്തങ്ങളിൽ പൊലിഞ്ഞ പ്രമുഖരിൽ ഏറ്റവും ഒടുവിലത്തെ പേരാണ് ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി. ഇന്ത്യൻ ആണവശാസ്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന ഹോമി ജെ ഭാഭ മുതൽ സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത് വരെയുള്ളവർ ആകാശ ദുരന്തത്തിലുണ്ടായ നഷ്ടങ്ങളാണ്. പ്രവൃത്തിപഥത്തിൽ തിളങ്ങി നിൽക്കുമ്പോൾ വ്യോമാപകടത്തിൽ ജീവൻ പൊലിഞ്ഞവർ. ഇന്ത്യൻ ആണവശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹോമി ജെ ഭാഭ. രാഷ്ട്രീയ നേതാക്കളായ ബൽവന്ത് റായ് മെഹ്തയും സഞ്ജയ് ഗാന്ധിയും YS രാജശേഖര റെഡ്ഡിയും മാധവറാവു സിന്ധ്യയും ഡോർജി ഖണ്ഡുവും സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്തും നടിമാരായ സൗന്ദര്യയും റാണി ചന്ദ്രയും. 1966 ജനുവരി 24-നുണ്ടായ അപകടത്തിലാണ് ഹോമി ജെ ഭാഭയ്ക്ക് ജീവൻ നഷ്ടമായത്. യൂറോപ്പിലെ ആൽപ്സ് പർവ്വതനിരയിലെ മോണ്ട് ബ്ലാങ്കിൽ വെച്ച് ഹോമി ജെ ഭാഭ സഞ്ചരിച്ചിരുന്ന എയർ ഇന്ത്യയുടെ ബോയിംഗ് വിമാനം തകർന്നു വീഴുകയായിരുന്നു. അപകടത്തിൽ 117 പേർ മരിച്ചു. 1965-ൽ ഇന്ത്യ പാക് യുദ്ധം നടക്കുന്ന ഘട്ടത്തിലാണ് ഗുജറാത്തിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായിരുന്ന ബൽവന്ത് റായ് മെഹ്ത കൊല്ലപ്പെട്ടത്. മെഹ്ത സഞ്ചരിച്ചിരുന്ന വിമാനം പാകിസ്ഥാൻ വെടിവെച്ചിടുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന ഭാര്യയും 3 സ്റ്റാഫുകളും ഒരു മാധ്യമ പ്രവർത്തകനും ഉൾപ്പെടെ 9 പേർ കൊല്ലപ്പെട്ടു. വിമാനം പറത്താൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന കോൺഗ്രസ് നേതാവ് സഞ്ജയ് ഗാന്ധി കൊല്ലപ്പെട്ടതും വിമാനാപകടത്തിൽ തന്നെ. സഫ്ദർജംഗ് ഫ്ലൈയിംഗ് ക്ലബിൽ വിമാനം പറത്തുന്നതിനിടെ 1980 ജൂൺ 23-നായിരുന്നു അപകടം. കോൺഗ്രസ് നേതാവും മുൻ വ്യോമയാന മന്ത്രിയുമായിരുന്ന മാധവ്റാവു സിന്ധ്യയാണ് വിമാനാപകടം കവർന്ന മറ്റൊരാൾ. കാൺപൂരിൽ പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ യാത്ര പുറപ്പെട്ട സിന്ധ്യയും സംഘവും സഞ്ചരിച്ചിരുന്ന ചെറുവിമാനത്തിന് തീപിടിക്കുകയായിരുന്നു. 2001 സെപ്റ്റംബർ 30-നായിരുന്നു അപകടം. ലോക്സഭാ സ്പീക്കർ പദവിയിലിരിക്കെയാണ് തെലുങ്കുദേശം പാർട്ടി നേതാവായ GMC ബാലയോഗിയുടെ മരണം. ബാലയോഗി സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ കൃഷ്ണ ജില്ലയിലെ കൈകാലൂരിൽ തകർന്നു വീഴുകയായിരുന്നു. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിലെ ഗ്രാമങ്ങൾ സന്ദർശിക്കാനുള്ള യാത്രയാണ് മുഖ്യമന്ത്രി YS രാജശേഖര റെഡ്ഡിയുടെ മരണത്തിൽ അവസാനിച്ചത്. മോശം കാലാവസ്ഥയായിരുന്നു അപകട കാരണം. കുർണൂൽ ജില്ലയിലെ നല്ലമല വനമേഖലയിൽ ഹെലികോപ്റ്റർ തകർന്നു വീണു. രാജ്യത്തിന്റെ ആദ്യ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ബിപിൻ റാവത്തിന്റെ വിയോഗം ഹെലികോപ്റ്റർ അപകടത്തിലാണ്. തമിഴ്നാട്ടിലെ കുനൂരിൽ 2021 ഡിസംബർ 8-നായിരുന്നു ഹെലികോപ്റ്റർ അപകടം. റാവത്തും ഭാര്യ മധുലികയും ഉൾപ്പെടെ 12 പേർ കൊല്ലപ്പെട്ടു. തെന്നിന്ത്യൻ നടിമാരായ സൗന്ദര്യയെയും റാണി ചന്ദ്രയെയും കവർന്നത് ആകാശ ദുരന്തമാണ്. 2004 ഏപ്രിൽ 17-നായിരുന്നു സൗന്ദര്യയുടെ ജീവനെടുത്ത അപകടം. BJPയുടെ പ്രചാരണത്തിനായി ബംഗളൂരുവിൽ നിന്ന് യാത്ര പുറപ്പെട്ടതായിരുന്നു സൗന്ദര്യ. പറന്നുയർന്ന ഉടനെ ഹെലികോപ്റ്റർ നിലം പതിക്കുകയായിരുന്നു. മുംബൈയിൽ നിന്ന് മദ്രാസിലേക്ക് പുറപ്പെട്ട ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനം അപകടത്തിൽപ്പെട്ടാണ് റാണി ചന്ദ്രയുടെ മരണം. മലയാളി പ്രേക്ഷകരുടെ മനം കവർന്ന തരുണി എന്ന ബാലതാരത്തെ കവർന്നതും ഇതേ ആകാശപാതയാണ്. 14-ാം പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്കൊപ്പം നേപ്പാളിലെ ഭോക്കാരയിൽ നിന്ന് ജോംസോമിലേക്ക് പറക്കുമ്പോഴായിരുന്നു അപകടം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. അഹമ്മദാബാദിലെ വിമാന ദുരന്തം തന്ന ഞെട്ടലിന് പിന്നാലെ പൊതുജന ശ്രദ്ധ പതിഞ്ഞത് ഒരു പരസ്യത്തിലേക്കാണ്. അപകടത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് ഈ പരസ്യം വന്നത്. പത്രത്തിന്റെ ആദ്യ പേജിൽ, മിഡ് ഡേ എന്ന ഗുജറാത്തി പത്രത്തിന്റെ ആദ്യ പേജിൽ കെട്ടിടത്തെ തുളച്ച് പുറത്തേക്ക് പറന്നുയരുന്ന എയർ ഇന്ത്യ വിമാനത്തിന്റെ പരസ്യമാണ് ഉള്ളത്. ഗുജറാത്തിലെ ജനപ്രിയ പത്രമാണ് മിഡ് ഡേ.
ഒന്നാം പേജിൽ തന്നെയായിരുന്നു ഈ പരസ്യം. കുട്ടികൾക്ക് കിഡ്സാനിയയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്ന വ്യോമയാന പ്രവർത്തനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുക എന്നതായിരുന്നു ഈ പരസ്യം കൊണ്ട് ലക്ഷ്യം വെച്ചിരുന്നത്. ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെയാണ് എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെട്ടതിന് ശേഷമുള്ള ചിത്രങ്ങളും. വിമാന ദുരന്തത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട വിശ്വാസ് കുമാറിന് ഇപ്പോഴും നടുക്കം വിട്ടുമാറിയിട്ടില്ല. പരുക്കുകളോടെ അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിൽ കഴിയുകയാണ് വിശ്വാസ് കുമാർ. सर ने पूछा कि कैसे हुआ, तो मैंने उसके बारे में बताया और सब हाल चाल पूछा सब, और मेरे नज़रों के सब सामने हुआ था. मेरे खुद को भी बिलीव नहीं होता कि मैं कैसे उसमें से जिंदा बाहर निकला, क्योंकि थोड़ा टाइम लिए कि तो मेरे को लगा था कि मैं भी मरने वाला हूँ, लेकिन जब मेरी आँख खुल के मैं देखा ना तो मुझे लगा मैं जिंदा हूँ. तो मैंने ट्राई किया, जब मेरी सीट थे वो मेरी बेल्ट निकाला, मैंने वो ट्राई किया जहाँ से निकल सकता वहाँ से, तो मैं निकल गया वहाँ से. मेरे नज़रों के सामने एयर होस्टल और दूसरे आंटी अंकल सभी उसमें मेस हो गए थे सभी. टेक ऑफ के बाद 1 मिनट के अंदर ही जब टेक ऑफ हुआ ना तो सडनली 5-10 सेकंड कैसे लगा जैसे स्टक हो गया वो. बाद में से मेरे को लगा कि कुछ हुआ. बाद में प्लेन में लाइट ऑन हो गई, ग्रीन और वाइट. बाद में वो पता नहीं वो प्लेन टेक ऑफ ज़्यादा करने के लिए वो रेस तो बोलते हैं क्या, रेस दिया होगा ऐसा कुछ, और सीधा स्पीड में ही घुस गया जहाँ वो क्या था वो. രാജ്യം കണ്ട വലിയ ആകാശ ദുരന്തത്തിന് പിന്നാലെ വീണ്ടും ആശങ്കയിലായിരിക്കുകയാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവള പ്രദേശവാസികൾ. റൺവേയിലടക്കം വട്ടമിട്ട് പറക്കുന്ന പക്ഷിക്കൂട്ടങ്ങളാണ് ആശങ്കയുണ്ടാക്കുന്നത്. പക്ഷികളെ തുരത്താൻ എയർഗൺ സംവിധാനം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായും പരിഹാരം ആയിട്ടില്ല. സമീപത്തെ മാലിന്യ കൂമ്പാരമാണ് പക്ഷികൾ കൂട്ടത്തോടെ റൺവേയിലേക്ക് എത്താൻ കാരണം. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം താമസിക്കുന്ന ഈ പ്രദേശവാസികളുടെയും ഒപ്പം യാത്രക്കാരുടെയൊക്കെ ഏറെ നാളായുള്ള ഒരു ആശങ്കയാണ് ഈ വിമാനത്താവളത്തിലെ റൺവേയിലടക്കം പക്ഷികൾ കൂട്ടത്തോടെ എത്തുന്നത്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെയായി ഈ പക്ഷികൾ ടേക്ക് ഓഫിന് തൊട്ടു മുൻപ് ഈ വിമാനത്തിൽ ഇടിച്ചുള്ള നിരവധി വാർത്തകളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒപ്പം അതേ തുടർന്ന് ഈ വിമാനം റദ്ദാക്കേണ്ടൊക്കെ ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ സമീപത്ത് കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ കാരണം. പ്രത്യേകിച്ച് ഈ മത്സ്യ മാംസ വേസ്റ്റുകൾ അത് സമീപത്ത് കുന്നുകൂടി കിടക്കുന്നു. അത് ഭക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പക്ഷികൾ ഇങ്ങനെ കൂട്ടത്തോടെ എത്തുന്നതൊക്കെ. ഇതേ തുടർന്ന് നിരവധി തവണ പല തവണയായി വർഷങ്ങളോളമായി ഈ സമീപവാസികൾ ഉൾപ്പെടെ പരാതി നൽകുന്നുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നഗരസഭ ഈ മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടികളൊക്കെ തുടങ്ങിയെങ്കിൽ പോലും അത് എവിടെയും എത്തിയില്ല എന്നതാണ് സാഹചര്യം. ഒപ്പം തന്നെ ഈ ആശങ്ക അത് ഏറെ നാളായി നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ വലിയ ഒരു വിമാന ദുരന്തത്തിന്, ആകാശ ദുരന്തത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കുമ്പോൾ ഇനി അടുത്തൊരു ദുരന്തം കാണേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ഈ പ്രദേശവാസികൾ ഉള്ളത്. പരിസര പ്രദേശത്ത് ഒരു വലിയൊരു ഡംപിംഗ് യാർഡായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ ഈ വിളപ്പിശാലയൊക്കെ പോയതിനു ശേഷം സ്ഥലങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആകാശവാണിയുടെ ലാൻഡിലായിരുന്നാലും എയർപോർട്ടിന്റെ തന്നെ സ്വന്തം ലാൻഡുകളിലായിരുന്നാലും ജനങ്ങളും അതിനൊപ്പം തന്നെ കോർപ്പറേഷന്റെ ആൾക്കാരും എല്ലാം കൊണ്ടുവന്ന് തട്ടുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പക്ഷികൾ. കാരണം പക്ഷികളെ നിയന്ത്രിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാലിന്യം നിയന്ത്രിക്കുക. അപ്പോൾ ഈ മാലിന്യം നിയന്ത്രിക്കാൻ വേണ്ടി തന്നെ ശാസ്ത്രീയമായുള്ള രീതിയിൽ പല മാനദണ്ഡങ്ങൾ വെച്ചിട്ട് പല പരിപാടികൾ കൊണ്ടുവന്നെങ്കിലും പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഘട്ടം കഴിയപ്പോൾ അട്ടിമറിക്കപ്പെട്ടു പോകുന്നുണ്ട്. ഈ സമീപവാസി തന്നെയാണ്. എന്റെ പേര് മാജിദ് എന്നാണ്. ഭീമാപ്പള്ളിയിലാണ് താമസം. ഈ അടുത്ത് താമസിക്കുമ്പോൾ ഏറ്റവും വലിയ ഇപ്പൊ ഇന്നലെ ഉണ്ടായ ദുരന്തമാണെങ്കിലും ഈ ജനവാസ മേഖലയിൽ ആ ഫ്ലൈറ്റ് വീണു എന്നതാണ് വീണ്ടും മരണസംഖ്യ അടക്കം കൂട്ടാൻ കാരണമായത്. അപ്പോൾ ഇങ്ങനെ ഒരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് വരെ തിരുവനന്തപുരം കോർപ്പറേഷൻ അതിനൊരു പ്രോപ്പറായിട്ടുള്ള ഒരു സംവിധാനം കൊണ്ടുവന്നിട്ടില്ല. ഇന്നും അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള ഒരു മാർഗം ഇന്നും നമ്മുടെ പ്രദേശത്തില്ല. അവിടെ ഓൾറെഡി ഒരു ബിന്നൊക്കെ ഉണ്ടായിരുന്നു മുമ്പ്. അത് കറക്റ്റായിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ പിന്നീട് ജനങ്ങളുടെ അതായത് സ്മെല്ലെല്ലാം അടിച്ചതിന് ശേഷം അത് അവിടുന്ന് എടുത്തു മാറ്റേണ്ടി വന്നു. അതാണ് ഒരു സാഹചര്യം. ഇപ്പൊ നമുക്ക് തൊട്ടുപുറകിൽ കാണാം ഈ ഫ്ലൈറ്റ് ലാൻഡിങ്ങിന്റെ ഒരു സമയത്തൊക്കെ നമുക്ക് ഇവിടെ കൃത്യമായി കാണാൻ പറ്റും. ഇതിന് തൊട്ടടുത്ത് വലിയ രീതിയിലാണ് ഈ മാലിന്യങ്ങൾ കുന്നുകൂടിയിട്ടുള്ളത്. ഇത് തന്നെയാണ് നഗരത്തിന്റെ പല മേഖലകളിലുമുള്ള ഒരു സാഹചര്യം. റൺവേയുടെ തൊട്ടടുത്ത ഒരു പ്രദേശമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വളരെ വലിയ രീതിയിൽ നീണ്ടു കിടക്കുകയാണ് ഈ മാലിന്യ കൂമ്പാരങ്ങൾ ഇങ്ങനെ ഓടകളിലും മറ്റും. ഇതാണ് ഈ നഗരത്തിന്റെ പല മേഖലകളിലുമുള്ള ഒരു സാഹചര്യം. അതുകൊണ്ടാണ് എത്ര ഈ എയർഗൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് പോലും ഈ ഒരു പക്ഷികളെ തുരത്താൻ സാധിക്കാത്തത്. അതുകൊണ്ട് തന്നെയാണ് എന്തായാലും ഇതിൽ കൃത്യമായ ഒരു നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഈ വേസ്റ്റ് നീക്കം ചെയ്യുന്നതിലടക്കം ഒരു കൃത്യമായ നടപടി
ഉണ്ടായിട്ടില്ലെങ്കിൽ അടുത്ത ഒരു വലിയ ദുരന്തത്തിന്, ആകാശ ദുരന്തത്തിന് തന്നെ നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നതാണ് സാഹചര്യം. ആ ഒരു ആശങ്ക തന്നെയാണ് ഇപ്പോൾ സമീപവാസികളടക്കം പങ്കുവെക്കുന്നത്. ക്യാമറാമാൻ സി വിനോദിനൊപ്പം ഐഷത്തുൽ ഷംന, ന്യൂസ് 18. അഹമ്മദാബാദിലേതുപോലുള്ള ദുരന്തം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് യാക്കോബായ സഭാധ്യക്ഷൻ ബസേലിയോസ് ജോസഫ് പ്രഥമൻ ബാവ ഇതേ വിമാനത്തിൽ നേരത്തെ യാത്ര ചെയ്തിട്ടുണ്ട്. ജീവിതം നഷ്ടപ്പെട്ടവർക്കും അതിന്റെ വേദന അനുഭവിക്കുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നും ബസേലിയോസ് ജോസഫ് പ്രഥമൻ ബാവ പറഞ്ഞു. ബോംബ് ഭീഷണിയെ തുടർന്ന് എയർ ഇന്ത്യയുടെ വിമാനം തായ്ലൻഡിൽ തിരിച്ചിറക്കി. തായ്ലൻഡിലെ ഫുക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് വരുന്നതായിരുന്ന AI-379 വിമാനമാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. യാത്രക്കാരെ മുഴുവൻ പുറത്തിറക്കി വിമാനത്തിൽ പരിശോധന തുടരുകയാണ്. പ്രാഥമിക പരിശോധനയിൽ ബോംബ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വിമാനത്തിൽ 156 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ സമയം രാവിലെ 9:30-ക്കാണ് ഫുക്കറ്റ് വിമാനത്താവളത്തിൽ നിന്ന് വിമാനം പറന്നുയർന്നത്. മറ്റു വാർത്തകളിലേക്ക്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം. ഇറാന്റെ സൈനിക ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഇത് തുടക്കം മാത്രമാണെന്നും ആക്രമണം തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. അതേസമയം ആക്രമണത്തിൽ പങ്കില്ലെന്നാണ് അമേരിക്കയുടെ നിലപാട്. പശ്ചിമേഷ്യയിൽ അടുത്ത യുദ്ധമുഖമാണ് ഇസ്രയേൽ തുറന്നത്. പ്രാദേശിക സമയം ഇന്ന് പുലർച്ചെ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലടക്കം ഇസ്രയേൽ ആക്രമണം നടത്തി. മിസൈലുകളും ഡ്രോണുകളും അടക്കം ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ആക്രമണത്തിൽ യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ചുവെന്നാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ വാദം. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിലായിരുന്നു ഇറാനെതിരായ സൈനിക നടപടി. The IDF began preemptive and precise strikes targeting the Iranian nuclear program in order to prevent the Iranian regime's ability to build a nuclear bomb in the immediate time frame. We have no choice. We are operating against an imminent and existential threat. We cannot allow the Iranian regime to obtain a nuclear weapon that would be a danger to Israel and the entire world. This operation is for our right to exist here, for our future and for our children's future. The State of Israel has the right and the obligation to operate in order to protect its people and will continue to do so. നേരത്തെ ഇറാനെ ഇസ്രയേൽ ആക്രമിച്ചേക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതിന് മണിക്കൂറുകൾക്കകമാണ് വ്യോമാക്രമണമുണ്ടായത്. എന്നാൽ ആക്രമണത്തിന് പിന്തുണ നൽകിയിട്ടില്ലെന്നാണ് US-ന്റെ വിശദീകരണം. ഇറാന്റെ ആണവായുധ നിർമ്മാണം തടയുക എന്ന ലക്ഷ്യം മുൻനിർത്തിയായിരുന്നു ആക്രമണമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെട്ടത്. ഇത്തരം ആക്രമണങ്ങൾ ഇനിയും തുടരുമെന്ന രീതിയിലുള്ള ഭീഷണിയും നെതന്യാഹു മുഴക്കുന്നുണ്ട്. Moments ago, Israel launched Operation Rising Lion, a targeted military operation to roll back the Iranian threat to Israel's very survival. This operation will continue for as many days as it takes to remove this threat. For decades, the tyrants of Tehran have brazenly, openly called for Israel's destruction. They've backed up their genocidal rhetoric with a program to develop nuclear weapons. എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരണം തുടരുമെന്നും ഭീഷണിപ്പെടുത്താൻ നോക്കേണ്ടെന്നുമുള്ള നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയായിരുന്നു. രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ ശക്തികളുടെ ഇടപെടൽ അനുവദിക്കില്ലെന്നും ഇറാൻ നിലപാട് വ്യക്തമാക്കി. دست قدرتمند نیروی مسلح جمهوری اسلامی او را رها نخواهد کرد باذن الله. در حملات دشمن تنی چند از فرماندهان و دانشمندان به شهادت رسیدند. جانشینان و همکاران آنان بیدرنگ وظایف خود را پی خواهند گرفت ان شاء الله. അതേസമയം ആക്രമണത്തിന് പിന്നാലെ ഇറാനിൽ നിന്നുള്ള തിരിച്ചടി സാധ്യത കണക്കിലെടുത്ത് ഇസ്രയേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പ്രത്യാക്രമണമുണ്ടായാൽ അത് നേരിടാൻ വേണ്ടിയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രയേൽ ശക്തമാക്കിയതായാണ് വിവരം. ഇരു രാജ്യങ്ങളും നേരിട്ടുള്ള സൈനിക സംഘർഷത്തിലേക്ക് പോകുന്നതോടെ ഒമാനിൽ നടക്കേണ്ട പുതിയ ആണവ കരാർ സംബന്ധിച്ച ചർച്ചകളും അനിശ്ചിതത്വത്തിലായി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിന് തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇറാൻ. 100 ഡ്രോണുകൾ ഇറാൻ അയച്ചതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ കനത്ത നാശനഷ്ടം തെഹ്റാനിൽ ഉണ്ടായിട്ടുണ്ട്. ഇറാൻ സൈനിക മേധാവി, റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ഉൾപ്പെടെ ഇറാന്റെ പ്രധാന ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി MG മിഥുൻ ചേരുകയാണ്. മിഥുൻ, ഇറാനിൽ വലിയ നാശനഷ്ടമാണല്ലോ ഇസ്രായേൽ വരുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആയത്തുള്ള അലി ഖമേനിയുടെ ഉപദേശകൻ പോലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതിന് ഔദ്യോഗികമായ സ്ഥിരീകരണം കിട്ടിയിട്ടുണ്ടോ?
മനുഷ്യ തീർച്ചയായും അതായത് വലിയ നാശനഷ്ടം തന്നെയാണ് ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാൻ സംഭവിച്ചിരിക്കുന്നത്. നിരവധി പേർ ഇതുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൈനിക മേധാവി മുഹമ്മദ് ബഗേരി, ഒപ്പം തന്നെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ മേധാവി ഹൊസൈൻ സലാമി, ഒപ്പം മറ്റൊന്ന് ഈ അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ്റെ മുൻ തലവൻ ഫെരീദൂൺ അബ്ബാസി, ഇദ്ദേഹത്തിൻ്റെ ഈ പരമോന്നത നേതാവ് കൂടിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവ് അലി ഷംഖാനി അടക്കമുള്ളവർ കൊല്ലപ്പെട്ടു എന്നുള്ള സ്ഥിരീകരണത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ വലിയ നാശനഷ്ടമാണ് ഇറാനെ സംബന്ധിച്ച് സംഭവിക്കുകയും ചെയ്തത്. ഇതൊരു വലിയ കൈപ്പേറിയിട്ടുള്ള തിരിച്ചടി ഇസ്രായേൽ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള ഒരു വിശദീകരണം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വാദം അദ്ദേഹം പ്രസ്താവന ഇറക്കുകയും ചെയ്തിട്ടുണ്ട് ഖമനേനി. അതുമായി ബന്ധപ്പെട്ട 100ഓളം ഡ്രോണുകൾ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തൊടുക്കുകയും ചെയ്തു. അത് ഈ നിലവിൽ സിറിയയുടെ അതിർത്തി പ്രദേശത്ത് നിന്നാണ് ഇത്തരത്തിലുള്ളൊരു ആക്രമണം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. അത് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി നേരത്തെ തന്നെ ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും വലിയ രീതിയിലുള്ള പ്രത്യാക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ നേരത്തെ തന്നെ അവർ മുന്നിൽ കണ്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം IDF നൽകുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ സിറിയയുടെ അതിർത്തി പ്രദേശങ്ങളിൽ ഇവയെല്ലാം നശിപ്പിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ജോർദാൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥിരീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ ഒരു സംഘർഷത്തിലേക്ക് ഇപ്പോൾ പോവുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പശ്ചിമേഷ്യ വലിയൊരു യുദ്ധത്തിനു കൂടി സാക്ഷ്യം വഹിക്കാൻ പോകുന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ നടക്കുന്നത്. അതേസമയം ഖമനേനി വലിയൊരു രീതിയിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം കൂടി ഉയർത്തിയിട്ടുണ്ട്. ഇസ്രായേൽ നടത്തിയിട്ടുള്ള ഈ ഒരു ആക്രമണം അത് അമേരിക്കയുടെ അറിവോടെയാണ്, അതിൽ അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്നുള്ള വലിയ രീതിയിലുള്ള കടുത്ത ആരോപണം കൂടി ഇറാൻ നടത്തുന്നുണ്ട്. അതിൽ വാഷിംഗ്ടൺ DC നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പിന്തുണയോ തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള പിന്തുണ ഇസ്രായേലിന് തങ്ങൾ നൽകിയിട്ടില്ല എന്നുള്ള വാദം കൂടി അമേരിക്ക നടത്തുന്നുണ്ട്. എന്തായാലും 6ാം ഘട്ട ഇറാൻ US ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കൂടി ഇതോടെ അനിശ്ചിതത്വത്തിലായിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഡ്രോൺ ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേലിന് നേരെ ഇപ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് മറ്റൊരു കാര്യമുള്ളത്, ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങളെയും ഇത് ബാധിച്ചിട്ടുണ്ടല്ലോ. പല രാജ്യങ്ങളും വ്യോമപാതകൾ അടച്ചിരിക്കുന്നു. ഇറാൻ അടച്ചു, ജോർദാൻ വ്യോമപാത അടച്ചിട്ടുണ്ട്. ഏത് രീതിയിൽ ബാധിച്ചിട്ടുണ്ട് വിമാന സർവീസിനെ? എയർ ഇന്ത്യയുടെ 16 വിമാനങ്ങളെയാണ് ഇത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുള്ളത്. അതിൽ 10 വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. മറ്റ് 6 വിമാനങ്ങൾ തിരികെ ഇന്ത്യയിലേക്ക് തന്നെ മടങ്ങിയെത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അതിൻ്റെ ഒരു നമ്മളിപ്പോൾ പ്രേക്ഷകർ കാണുന്ന പോലെ തന്നെ നിരവധി വിമാനങ്ങൾ, അതായത് AI-130 ലണ്ടൻ ഹീത്രോ മുംബൈ വിയന്നയിലേക്ക് വഴിതിരിച്ചു വിട്ടു. AI-102 ന്യൂയോർക്ക് ഡൽഹിയിലേക്ക് പുറപ്പെട്ട വിമാനമാണ്, അത് ഷാർജയിലേക്ക് വഴിതിരിച്ചു വിട്ടു. അതായത് ഈ ആക്രമണം ഉണ്ടായതിനു പിന്നാലെ വലിയ രീതിയിൽ ഈ വ്യോമപാത ഇറാൻ അടച്ചതിനു പിന്നാലെ ഏകദേശം 3 മണിക്കൂറോളം AI-129 എന്ന മുംബൈ ലണ്ടൻ ഹീത്രോ വിമാനം അത് 3 മണിക്കൂറോളം ആകാശപാതയിൽ, അതായത് ഇറാന്റെ സമീപത്തേക്ക് ചുറ്റിക്കറങ്ങി തിരികുകയും ചെയ്തു. പിന്നീട് അത് മുംബൈയിലേക്ക് വഴിതിരിച്ചു വിടുകയാണ് ഉണ്ടായത്. മുംബൈയിലേക്ക് വഴിതിരിച്ചു വിടുകയും പിന്നീട് അവിടെ ലാൻഡ് ചെയ്യുകയും ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് പിന്നീട് നമുക്ക് ലഭ്യമാകുകയും ചെയ്തത്. എന്തായാലും മറ്റു രാജ്യങ്ങളിലും സമാനമായ സ്ഥിതിവിശേഷമാണ്. നിരവധി വിമാനങ്ങൾ റദ്ദു ചെയ്യപ്പെടുന്നു. ഒപ്പം തന്നെ പല വിമാനങ്ങളും വഴിതിരിച്ചു വിടുന്ന ഒരു സാഹചര്യം. എന്തായാലും നിലവിൽ ഈ യാത്രക്കാർക്ക് വലിയ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരെ അക്കോമഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും എയർ ഇന്ത്യ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് യാത്ര തുടരാൻ ആഗ്രഹിക്കുന്നവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി അവർക്ക് പിന്നീടുള്ള യാത്രാ സൗകര്യം ഏർപ്പെടുത്തും, അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഈ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആളുകൾ അവർക്ക് ഇതിൻ്റെ തുക പിന്നീട് തിരിച്ചു നൽകുകയും ചെയ്യും. ഒപ്പം തന്നെ സൗജന്യ യാത്രയടക്കം നൽകാനും എയർ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാവുകയാണ്. ഇറാനെതിരായി ഇസ്രായേൽ സൈനിക നടപടി തുടങ്ങിയതോടെ തന്നെ അസംസ്കൃത എണ്ണവില കുതിച്ചുയരുകയായിരുന്നു. ക്രൂഡ് വില ബാരലിന് 12% ഉയർന്ന് $77.77 വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് വില 12.6% ഉയർന്ന് ബാരലിന് $76.61 നിലവാരത്തിലും എത്തി. സ്വർണ്ണവില റെക്കോർഡിലാണ്. ഗ്രാമിന് ഇന്ന് ഒറ്റയടിക്ക് 195 രൂപ ഉയർന്ന് 9,295 രൂപയായി. പവന് 1,500 രൂപ കൂടി 74,360 രൂപയാണ് ഇന്നത്തെ വില.
നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഇനി 6 ദിവസം മാത്രം ബാക്കി നിൽക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മണ്ഡല പര്യടനത്തിന് ഇന്ന് തുടക്കമിടുകയാണ്. വൈകിട്ട് 4 മണിക്ക് ചുങ്കത്തറയിലാണ് ആദ്യ തെരഞ്ഞെടുപ്പ് യോഗം. 3 ദിവസങ്ങളിലായി 6 സ്ഥലങ്ങളിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കും. മുഖ്യമന്ത്രി നിലമ്പൂരിൽ എത്തിക്കഴിഞ്ഞു. മലപ്പുറം വിവാദത്തിലും ജമാഅത്തെ ഇസ്ലാമി UDF കൂട്ടുകെട്ടിലും മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. മുഖ്യമന്ത്രി നിലമ്പൂരിലെത്തിയത് അല്പസമയം മുമ്പാണ്. അദ്ദേഹം നിലമ്പൂരിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. 3 ദിവസം നിലമ്പൂരിൽ തങ്ങിയുള്ള പ്രചാരണമായിരിക്കും മുഖ്യമന്ത്രി നടത്തുക. കൂടുതൽ വിവരങ്ങളുമായി അപർണ കുറുപ്പ് ചേരുകയാണ്. അപർണ, ഇപ്പോൾ അവസാന ലാപ്പ് എന്ന് പറയാവുന്ന രീതിയിലാണല്ലോ കാര്യങ്ങൾ. മുഖ്യമന്ത്രിയുടെ പര്യടനങ്ങൾ എവിടെയൊക്കെയാണ്, എന്തെല്ലാമാണ് ഇന്നത്തെ പരിപാടികൾ? മഞ്ജുഷ, ഏതായാലും ഇനി താരപ്രചാരകരുടെ സമയം കൂടിയാണ് അവസാന ലാപ്പിൽ. നിലമ്പൂരിനെ സംബന്ധിച്ചുള്ള 3 ദിവസം, നേരത്തെ പറഞ്ഞതുപോലെ 3 ദിവസം മുഖ്യമന്ത്രി മണ്ഡലത്തിൽ ഉണ്ടാകും. അല്പസമയം മുമ്പാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. ഈ ഹോട്ടലിൽ തന്നെയാണ് അദ്ദേഹം താമസിക്കുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് ചുങ്കത്തറയിൽ, 5 മണിക്ക് മൂത്തേടത്തുമാണ് അദ്ദേഹത്തിന്റെ പരിപാടികൾ ഉണ്ടാകുക. ഇന്നും നാളെയും മറ്റന്നാളും. ശനിയാഴ്ച വഴിക്കടവിൽ അദ്ദേഹം പഞ്ചായത്ത് റാലിയിൽ മുഖ്യമന്ത്രി സംസാരിക്കും. 5 മണിക്ക് എടക്കരയിലുമുണ്ട്. 2 ഇടത്ത് വലിയ റാലിയിൽ അദ്ദേഹം സംസാരിക്കും. ഞായറാഴ്ച പോത്തുകല്ല്, കരുളായി, അമരമ്പലം, അങ്ങനെ 3 ഇടങ്ങളിൽ അദ്ദേഹം പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി മാത്രമല്ല, നിരവധി മന്ത്രിമാർ ദിവസങ്ങളായിട്ട് മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തു പോകുന്ന സ്ഥിതിയാണ്. LDFന്റെ മതനിരപേക്ഷ കുടുംബ സദസ്സുകളൊക്കെ നടക്കുകയാണ്. ഇത് ഒരു വശത്ത് മുഖ്യമന്ത്രി വരുമ്പോൾ ഇത് അദ്ദേഹത്തിന്റെ അവസാന ഒരു ചാൻസ് ആണ്. നാളെയാണ് അദ്ദേഹം പറയേണ്ടത്, മലപ്പുറം പരാമർശത്തിലുള്ള മാപ്പ് പറയേണ്ടത് എന്നാണ് ഇന്നലെ KC വേണുഗോപാൽ പറഞ്ഞത്. UDFന്റെ നിലപാട് അത് തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം പ്രധാന ആയുധമാക്കി ഉയർത്തി കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തിരിച്ച് ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി ബന്ധം സംബന്ധിച്ച് അദ്ദേഹം വെൽഫെയർ പാർട്ടി ബന്ധം സംബന്ധിച്ച് LDF ഉയർത്തുന്ന വലിയ വിമർശനം ഒരു വശത്തുമുണ്ട്. ഈ രണ്ടും തരത്തിലുള്ള ആയുധങ്ങളാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കപ്പെടുന്നത് ഈ പ്രചാരണത്തിനിടയിൽ. ഇന്ന് അരിടൻ ഷൗക്കത്ത്, UDF സ്ഥാനാർത്ഥി അരിടൻ ഷൗക്കത്ത്, പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടെടുത്തിരിക്കുന്നു. ജനകീയ വിഷയങ്ങളാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുക എന്ന് പറയുന്നു. ക്രൈസ്തവ സമുദായത്തിന് അസംതൃപ്തിയുണ്ട്, ഇത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നൊക്കെ LDF പറയുന്ന സമയത്ത് അങ്ങനെ ഒരു വിഷയമല്ല എന്ന് UDF നേതാക്കൾ പറയുന്നു. ലീഗ് ഇതിനകത്ത് നിന്ന് മാറി നിൽക്കുകയാണോ എന്നൊരു സംശയം LDF നേതാക്കളുടെ ഭാഗത്ത് വരുമ്പോൾ, അതല്ല ലീഗ് വളരെ സജീവമായിട്ട് പ്രചാരണത്തിലുണ്ട് എന്ന് UDF നേതാക്കൾ പറയുന്നു. ഏതായാലും പലതരത്തിലുള്ള വിഷയങ്ങൾ, അൻവർ ഇഫക്റ്റ് തൊട്ടുള്ള വിഷയങ്ങളെല്ലാം കടന്നു വന്ന ശേഷം ഇനി ഇത് നേരിട്ടുള്ള കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം ഇത്രയധികം പ്രസ്താവനകളിലൂടെ പുറത്തു വന്ന സാഹചര്യത്തിൽ അദ്ദേഹം എന്ത് മറുപടി പറയും, മലപ്പുറത്തെ ജനങ്ങളോട് അദ്ദേഹം എന്ത് മറുപടി പറയുമെന്നുള്ളത് ഒരു വിഷയം. 15-ാം തീയതി പ്രിയങ്ക ഗാന്ധി MP ഇവിടെ എത്തുന്നു. സ്വാഭാവികമായിട്ടും പ്രിയങ്കയുടെ പ്രചാരണ റാലികളും ഉന്നയിക്കപ്പെടാൻ പോകുന്നത് അതുതന്നെയായിരിക്കും. ഡയറക്റ്റ് UDF LDF ഫൈറ്റ്, തന്റെ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഇനി പ്രചാരണത്തിന്റെ അടുത്ത ഘട്ടം ഏത് തരത്തിലാണ് കടക്കാൻ പോകുന്നത് എന്നുറ്റു നോക്കുകയാണ്. എന്തായാലും ഒരു താര പ്രചാരണത്തിലേക്ക്, ആ തരത്തിലേക്ക് ഇനിയുള്ള 3 ദിവസങ്ങളിൽ നിലമ്പൂര് സാക്ഷിയാകും എന്നുള്ളതിൽ തർക്കമില്ല. നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥിക്കും CPM-നുമെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മതസ്പർദ്ധ വളർത്തുന്ന വ്യാജ പ്രചാരണം നടത്തുന്നുവെന്ന പരാതിയിൽ കേസെടുത്ത് പോലീസ്. നിലമ്പൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പരാതിയിലാണ് നടപടി. എന്നാൽ LDFന്റെ പരാതി തള്ളുകയാണ്. UDF അന്വേഷിച്ചു വരുമ്പോൾ കാഫിർ സ്ക്രീൻഷോട്ട് പോലെയാകുമെന്നായിരുന്നു KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. ജമാഅത്തെ പിന്തുണയിൽ UDFനെ വിമർശിച്ചത് കത്തോലിക്ക കോൺഗ്രസ് അല്ല, കാസയാണെന്ന പ്രതിപക്ഷ നേതാവിന്റെ പരാമർശത്തോട് സണ്ണി ജോസഫ് പ്രതികരിച്ചുമില്ല. വടകര തെരഞ്ഞെടുപ്പിൽ കാഫിർ സ്ക്രീൻഷോട്ട് എന്തായിരുന്നു LDFന്റെ തീവ്ര പ്രചരണം? UDF ആണ് LDF സ്ഥാനാർത്ഥി കാഫിർ ആണ് എന്ന സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതെന്നായിരുന്നല്ലോ വടകര തെരഞ്ഞെടുപ്പിലെ പ്രചരണം. അവസാനം ഇപ്പോൾ അന്വേഷിച്ചത് എവിടെ എത്തി? റെഡ് ആർമി, റെഡ് വോളണ്ടിയേഴ്സ്, അമ്പാടി സഹാക്കൾ, അവരൊക്കെയാണ് ഇതിൻ്റെ ഉപജ്ഞാതാക്കൾ എന്ന് കണ്ടെത്തി. പോലീസ് എന്തുകൊണ്ട് കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ ഉത്തരവാദികളെ അന്വേഷിച്ച് കണ്ടെത്തുന്നില്ല? ഇതൊരു വേറൊരു തട്ടിപ്പാണ്. പാലക്കാട്ട് എന്തായിരുന്നു? പെട്ടിയായിരുന്നു അവരുടെ ആയുധം. പെട്ടി പൊട്ടിച്ചപ്പോൾ അവർ പൊട്ടി. ഇതാണ് നിലമ്പൂരിലും സംഭവിക്കുന്നത്. കള്ളക്കേസുകൾ ചീറ്റിപ്പോവുക തന്നെ ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി VV അരുൺ ചേരുകയാണ് നിലമ്പൂരിൽ നിന്ന്. അരുൺ, എന്താണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള കാര്യം? കാഫിർ സ്ക്രീൻഷോട്ട് പോലെയാകുമെന്നാണല്ലോ ഇപ്പോൾ സണ്ണി ജോസഫ് പറയുന്നത്. അത് ശരിയുമാണല്ലോ, അങ്ങനെ സംഭവിച്ചിട്ടുള്ള കാര്യമാണല്ലോ.
പൊതുജന മധ്യത്തിൽ CPM-നെ ഇടതുമുന്നണി ഉയർത്തിക്കാണിക്കാനും അതുപോലെ തന്നെ ഹിന്ദു മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ മതസ്പർദ്ധ വളർത്താൻ ലക്ഷ്യമിട്ടുള്ള വ്യാജ വീഡിയോ പ്രചരിപ്പിക്കുന്നു എന്നാണ് CPM-ന്റെ ആരോപണം. ഇന്നലെ CPM-ന്റെ നിലമ്പൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി VM ഷൗക്കത്ത് അലിയാണ് പോലീസിൽ പരാതി നൽകുന്നത്. പോലീസ് അതിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്, FIR രജിസ്റ്റർ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഒരു മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ M സ്വരാജും വെള്ളാപ്പള്ളി നടേശൻ്റെയും ഒക്കെ പരാമർശങ്ങൾ, VS അച്യുതാനന്ദൻ്റെ മുൻകാല പരാമർശങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് ഒരു വീഡിയോ ആക്കി മാറ്റിയാണിത്. ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കുന്നു എന്നാണ് CPM-ന്റെ ആരോപണം. ഈ വീഡിയോ സഹിതമാണ് CPM പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. പോലീസ് ഇപ്പോൾ അതിൽ കേസെടുക്കുകയും ചെയ്തു. ഭാരതീയ ന്യായ സംഹിത 2023 196 171 വകുപ്പുകൾ പ്രകാരമാണ് നിലമ്പൂർ പോലീസ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇത് തെരഞ്ഞെടുപ്പ് രംഗത്ത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടും. ഇന്നലെ രാവിലെയാണ് ഒരു നമ്പറിൽ നിന്ന് ഇത്തരം സന്ദേശം തുടർച്ചയായി പ്രചരിപ്പിക്കപ്പെട്ടതെന്നാണ് CPM ആരോപിക്കുന്നത്. ആ വീഡിയോയും പോലീസിന് CPM കൈമാറിയിട്ടുണ്ട്. ഏതായാലും കോൺഗ്രസ് അത് തള്ളുകയാണ്. കോൺഗ്രസ് ക്യാമ്പ് അല്ല ഇത് പ്രചരിപ്പിക്കുന്നത്. നേരത്തെ വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് സമാനമായി ഇതും പ്രചരിപ്പിക്കുന്ന CPM-ആണ്. അന്വേഷിച്ചു കഴിയുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുമെന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട്. ഏതായാലും ഇതിനകം തന്നെ ഈ വിഷയം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയായി മാറിക്കഴിഞ്ഞു, വിവാദമായി മാറിക്കഴിഞ്ഞു. മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഈ കോൺഗ്രസ് നടത്തുന്നതെന്നാണ് CPM-ന്റെ ആരോപണവും പരാതിയും. ശരി, VV അരുണാണ് നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അതേസമയം ആശമാർ പ്രചാരണത്തിന് ഇറങ്ങുന്നതിനെ വിമർശിച്ച് LDF സ്ഥാനാർത്ഥി M സ്വരാജ് SUCIക്ക് UDF-ൽ അസോസിയേറ്റ് അംഗത്വം കൊടുത്തേക്കുമെന്നാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജ് പറയുന്നത്. ആശമാരല്ല LDF-നെതിരെ നിലമ്പൂരിൽ സമരം ചെയ്യുന്നത്, UDF-ന് വേണ്ടി SUCI നടത്തുന്ന സമരമാണ് ഇതെന്നാണ് സ്വരാജിന്റെ വാക്കുകൾ. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ പ്രതീക്ഷകളും അതോടൊപ്പം തന്നെ ഏത് തരത്തിലാണ് വിലയിരുത്തലുകൾ എന്നുള്ളതാണ്. ഉപതെരഞ്ഞെടുപ്പിലെന്നല്ല ഏത് തെരഞ്ഞെടുപ്പിലും ജനാധിപത്യ സമൂഹം ചർച്ച ചെയ്യേണ്ടത് ജനങ്ങളെയും നാടിനെയും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. നാടിന്റെ വികസന സാധ്യതകൾ, വികസന പ്രശ്നങ്ങൾ, ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രത്യേക പ്രശ്നങ്ങൾ. നിലമ്പൂർ പോലെ ഒരു മേഖലയാവുമ്പോൾ സ്വാഭാവികമായും മലയോര ജനതയുടെ ജീവിതത്തിൽ ഇപ്പോൾ ഭീഷണിയായിട്ടുള്ള വന്യജീവി പ്രശ്നം വരും. അതിന്റെ നിയമത്തെ സംബന്ധിച്ചും അതിന്റെ ഭേദഗതിയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ വരും. നിലമ്പൂരിന്റെ വികസന സാധ്യതകൾ അതിപ്പോഴും ആ വികസന സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുകയാണ് വേണ്ടത്. ആശാ വർക്കർമാരുടെ സമരം നിലമ്പൂരിലേക്ക് കൊണ്ടുവരിക, ഞങ്ങൾ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യില്ല എന്ന് അവര് പറയുക. ആശമാരുടെ കൂടി മുന്നണിയാണ് ഇടതുമുന്നണി. അപ്പൊ പിന്നെ ആശമാർ നമുക്കെതിരെ പ്രചരണം നടത്തുമോ എന്നത് ഞാൻ തന്നെ ചിന്തിച്ചിരുന്നു. പിന്നെയാണ് കാര്യം വ്യക്തമായിട്ടുള്ളത്. ആശമാരുടെ പേരിലാണ് പ്രചരണം. അത് UDF-ന് വേണ്ടി SUCI അവരിനി അസോസിയേറ്റ് ഘടകകക്ഷിയാകാൻ ശ്രമിക്കുന്നുണ്ടോന്നറിയില്ല. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ഞാൻ ആരോടൊന്നും ഉന്നയിക്കുന്നില്ല, ഞാനൊരു സംശയം പ്രകടിപ്പിച്ചതാണ്. അതായത് യഥാർത്ഥ ആശമാര് നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥിക്കൊപ്പം പ്രചാരണം നടത്തുകയാണ്. ഏതായാലും ഇങ്ങനെ ഒരു പ്രചാരവേല നടത്തിയതുകൊണ്ട് ആശമാരുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം ഇടതുപക്ഷത്തിന് അനുകൂലമായി നടന്നു എന്നതിൽ ഞങ്ങൾക്ക് നല്ല ആഹ്ലാദമുണ്ട്. കഴിയുമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി UDF ചെയ്യണം എന്നാണ് എന്റെ അഭ്യർത്ഥന. UDF-നെ സംബന്ധിച്ചിടത്തോളം 10 തൊട്ട് 20,000 വോട്ട് വരെ ഭൂരിപക്ഷം എന്നുള്ളൊരു വിലയിരുത്തലൊക്കെ ഇന്നലെ വരുന്നു. ഞങ്ങളുടെ സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥിക്ക് എത്ര പ്രഭാവം ഉണ്ടെങ്കിലും ഞങ്ങളുടെ ആ വോട്ട് പോകില്ലല്ലോ എന്നുള്ളൊരു അഭിപ്രായമൊക്കെ UDF നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ അത് കവർ ചെയ്തുകൊണ്ട് ആ പ്രചാരണം ശരിക്കും എത്ര ആത്മവിശ്വാസമുണ്ട്? പൂർണ്ണമായ ആത്മവിശ്വാസം. അത് LDF സ്ഥാനാർത്ഥിയുടെ പ്രഭാവം എന്നൊന്നും കൊണ്ടല്ല. എനിക്കങ്ങനെ പ്രത്യേക പ്രഭാവമുള്ള ആളൊന്നും അല്ല ഞാൻ. നമ്മളും എല്ലാ സ്ഥാനാർത്ഥികളും ഒക്കെ ഒരേപോലെയാണ്. നന്ദി സ്വരാജ്. CITU അനുകൂല ആശാ വർക്കർമാർ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. നിലമ്പൂരിലെ ആശമാർ M സ്വരാജിന്റെ ജയത്തിനു വേണ്ടി പ്രവർത്തിക്കുമെന്നാണ് ഇവർ പറയുന്നത്. എഴുത്തുകാർക്കെതിരെ UDF നടത്തുന്നത് സംഘപരിവാർ മോഡൽ ആക്രമണമാണെന്ന് സ്വരാജ്. ഇടത് പിന്തുണ പ്രഖ്യാപിക്കുന്ന കേരളത്തിന്റെ എഴുത്തുകാരോടും സാംസ്കാരിക പ്രവർത്തകരോടും നടത്തുന്ന ആക്രമണം ശരിയാണോ എന്ന് കോൺഗ്രസ് സ്വയം പരിശോധിക്കണമെന്നും സ്വരാജ് ആവശ്യപ്പെട്ടു. സംസ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത വിധം UDF സൈബർ ഹാൻഡിലുകൾ അവരെ ആക്രമിച്ച് നിശബ്ദയാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. നിലമ്പൂർ ഐഷ അതുപോലെ തന്നെ നേരിടേണ്ടി വന്ന ശരിക്കും മലയാള നാടകവേദിയുടെ മാത്രമല്ല മലയാളി സമൂഹമാകെ സ്നേഹാദരങ്ങളോടെ ഒരു മാതൃസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള കലാകാരിയാണ് നിലമ്പൂർ ഐഷ. അപ്പോൾ നിലമ്പൂർ ഐഷ നേരിടേണ്ടി വന്നിട്ടുള്ള അധിക്ഷേപം അത് മീരയുടെ കാര്യത്തിലും ആവർത്തിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങളെ എഴുതാൻ പോലും അനുവദിക്കില്ല എന്ന തരത്തിലൊക്കെയാണ് അധിക്ഷേപങ്ങൾ വരുന്നത്. ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും ആക്രമണ ഭീഷണി ഉയർത്തിയുമൊക്കെ
നിശബ്ദരാക്കാനാണ് ശ്രമം. അത് ജനാധിപത്യത്തിന് അന്യമാണ്. ഞങ്ങൾക്ക് സ്വീകാര്യമല്ലാത്തതൊന്നും നിങ്ങൾ ചെയ്തുകൂടാ എന്ന ഒരു നിലപാടാണ് UDF സൈബർ ഹാൻഡലുകൾ സ്വീകരിക്കുന്നത്. അത് മുഖമില്ലാത്ത ഏതെങ്കിലും വ്യാജന്മാർ മാത്രമല്ല, അതിനെ പിന്തുണയ്ക്കുകയും അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലാണ് അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തിൽ ചിലരുടെയും പ്രതികരണം. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് UDFിനോട് അതൃപ്തിയില്ലെന്ന് നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. നിലമ്പൂരിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഒരു പ്രചാരണത്തിനും കഴിയില്ല. നിലമ്പൂരിലുള്ള ആശമാരോട് ചോദിച്ചാൽ അറിയാം ഇടത് സർക്കാരിന്റെ അവഗണനയെന്നും ഷൗക്കത്ത് പറഞ്ഞു. നിലമ്പൂരിൽ അവസാന ലാപ്പിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം എത്തുമ്പോൾ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നമുക്കൊപ്പം പലതരത്തിലുള്ള വിഷയങ്ങൾ മാറി മറിഞ്ഞ് നിൽക്കുകയാണ്. ഈ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ഏത് തരത്തിലുള്ള ഇവിടെ ഞങ്ങൾ പ്രചരണത്തിൽ വളരെയധികം മുന്നോട്ട് പോയി. ഞങ്ങൾ പ്രീ ഇലക്ഷൻ ക്യാമ്പയിൻ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ കുറേ പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞു. ഏറ്റവും അവസാനം ഈ ജനകീയ വിഷയങ്ങളിൽ നിന്ന് മാറി വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള വിഷയത്തിനകത്ത് ഇങ്ങനെ നിൽക്കുന്നു. അതിന്റെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്ന വിഷയങ്ങളല്ലേ, അല്ലാതെ എന്ത് വിഷയം? വാർത്തയ്ക്ക് വേണ്ടി ചില വിവാദങ്ങൾ ഉണ്ടാക്കുന്നതും നിലമ്പൂർ ചർച്ചയല്ല. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് ഇത് ഈ വെൽഫെയർ വിഷയത്തിൽ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, നിലമ്പൂരിന്റെ ഒരു പൈതൃകം എല്ലാ സംഘടനകളും ഒരുമിച്ച് നിന്ന പാരമ്പര്യമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വിഭാഗീയത ഉണ്ടാക്കാൻ എത്ര ശ്രമിച്ചാലും ആര് ശ്രമിച്ചാലും നടക്കില്ല. നിലമ്പൂരിൽ മതപരമായ വിഭാഗീയത ഉണ്ടാക്കാൻ മീഡിയ ശ്രമിച്ചാലും വേറെ ആര് ശ്രമിച്ചാലും നടക്കില്ല. നിലമ്പൂരിലെ ജനത അവർ ഒരു വിഭാഗീയതയിൽ വിശ്വസിക്കാത്തവരാണ്. എല്ലാവരും ഒരുമിച്ച് ഒരു പൊതുപ്രശ്നത്തിന് ഒരുമിച്ച് നിൽക്കുന്നവരാണ്. കേരള തീരത്തെ കപ്പലപകടങ്ങളിൽ നടപടി ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജിയിൽ അമിക്കസ് ക്യൂറിയെ ഹൈക്കോടതി നിയമിച്ചു. അഡ്വക്കേറ്റ് അർജുൻ ശ്രീധറാണ് അമിക്കസ് ക്യൂറി. കൂടുതൽ വിവരങ്ങളുമായി അഡ്വക്കേറ്റ് CN പ്രകാശ്, നിയമകാര്യ ലേഖകൻ, ഹൈക്കോടതിയിൽ നിന്ന് ചേരുകയാണ്. പ്രകാശ്, വളരെ ഗൗരവത്തോടു കൂടിയാണ് ഹൈക്കോടതി ഈ വിഷയം എടുക്കുന്നത് എന്നത് കഴിഞ്ഞ ദിവസം തന്നെ തെളിഞ്ഞതാണ്. ഒരു തവണ വെറുതെ വിട്ടാൽ വീണ്ടും വീണ്ടും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുമെന്ന് ഹൈക്കോടതി പറഞ്ഞതാണ്. ഇന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് എങ്ങനെയാണ്? കോൺഗ്രസ് നേതാവായിട്ടുള്ള TN പ്രതാപൻ നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ഈ ഹർജിയിൽ സർക്കാരിന് ചില നിർദ്ദേശങ്ങൾ, കർക്കശമായ നിർദ്ദേശങ്ങൾ ഹൈക്കോടതി നൽകിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കോടതിയെ സഹായിക്കുന്നതിന് വേണ്ടി അമിക്കസ് ക്യൂറിയെ ഈ ഹർജിയിൽ ഈ കേസിൽ അമിക്കസ് ക്യൂറിയെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അഡ്വക്കേറ്റ് അർജുൻ ശ്രീധരനാണ് അമിക്കസ് ക്യൂറി. കേരള തീരത്തെ കപ്പലപകടങ്ങളിൽ നടപടി ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. 2 കപ്പലപകടങ്ങളിലും സർക്കാരിനോട് കർശനമായ നിർദ്ദേശങ്ങളാണ് ഇന്നലെ കോടതി നൽകിയത്. പരിസ്ഥിതിക്കുണ്ടായ നാശനഷ്ടം പരിശോധിക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. കപ്പൽ അപകടങ്ങളിൽ കർശന നടപടിയെടുക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ഒരു തവണ കർശന നടപടി എടുക്കാതിരുന്നാൽ അക്കാര്യം ശീലമായി മാറുമെന്നും കോടതി ഓർമ്മിപ്പിച്ചു. നിയമങ്ങളും രാജ്യാന്തര കരാറുകളും പരിശോധിച്ച് നടപടിയെടുക്കണം. നഷ്ടം കപ്പൽ കമ്പനിയിൽ നിന്ന് തിരിച്ചുപിടിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിരുന്നു. പൊതു ഖജനാവിലെ പണം ഉപയോഗിച്ചല്ല നഷ്ടം നികത്തേണ്ടതെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. സിവിൽ ക്രിമിനൽ നടപടികൾ പരിശോധിച്ച് നടപടിയെടുക്കാനായിരുന്നു കോടതിയുടെ നിർദ്ദേശം. ഈ കാര്യങ്ങളിലെല്ലാം കോടതിയെ സമീപിക്കാനും ഒപ്പം തന്നെ കോടതിയെ സഹായിക്കാനുമാണ് ഇപ്പോൾ അമിക്കസ് ക്യൂറിയെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ശരി, അഡ്വക്കേറ്റ് CN പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളാനാവില്ലെന്ന കേന്ദ്ര നിലപാടിനെതിരെയും ഹൈക്കോടതി. കേന്ദ്ര സർക്കാരിന് ഭരണഘടനാപരമായി വിവേചന അധികാരമുണ്ടെന്നും നിയമപരമായി അധികാരമില്ലെന്ന് പറയാനാവില്ലെന്നും കേന്ദ്ര സർക്കാരിനെ ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു. വായ്പ എഴുതിത്തള്ളണമെന്ന് ശുപാർശ ചെയ്യാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അധികാരമില്ലെന്നാണ് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചത്. എന്നാൽ ഈ നിലപാടിന് നിശിത വിമർശനമാണ് ഹൈക്കോടതിയിൽ നിന്ന് കേൾക്കേണ്ടി വന്നത്. നിങ്ങൾ എങ്ങനെയാണ് നിയമത്തെ മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ച ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന് ഭരണഘടനാപരമായി വിവേചനാധികാരമുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. നിയമപരമായി അധികാരമില്ലെന്ന് കേന്ദ്രത്തിന് പറയാനാകില്ല. ഭരണഘടനയുടെ 73-ാം അനുച്ഛേദമനുസരിച്ച് കേന്ദ്ര സർക്കാരിന് തീരുമാനമെടുക്കാമെന്നും ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. തുടർന്ന് വായ്പ എഴുതിത്തള്ളുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടെന്തെന്ന് ഹൈക്കോടതി ചോദിച്ചു. വായ്പ എഴുതിത്തള്ളാൻ അധികാരമില്ലെന്ന് പറയുന്നില്ലെന്നും എന്നാൽ ദുരന്ത നിവാരണ നിയമത്തിലെ 13-ാം വകുപ്പ് ഒഴിവാക്കിയതാണ് ഇപ്പോഴത്തെ കാരണമെന്നും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. ഓരോ ദുരന്തത്തിലും വായ്പ എഴുതിത്തള്ളാൻ ബാങ്കുകളെ നിർബന്ധിക്കാനാവില്ലെന്നും കേന്ദ്രം കോടതിയിൽ പറഞ്ഞു. രാജ്യത്ത് ഒരു നിയമമുണ്ടെന്ന് കേന്ദ്ര സർക്കാരിനെ ഓർമ്മിപ്പിച്ച ഹൈക്കോടതി വായ്പ എഴുതിത്തള്ളാൻ കേന്ദ്ര സർക്കാരിന് നടപടി സ്വീകരിക്കാനാകുമെന്നും ഇല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അശക്തരെന്ന് പറയേണ്ടി വരുമെന്നും ഹൈക്കോടതി പറഞ്ഞു. വായ്പ എഴുതിത്തള്ളുന്ന വിഷയത്തിൽ തീരുമാനമെടുക്കാൻ തുടർന്ന് കേന്ദ്രത്തിന് ഹൈക്കോടതി 3 ആഴ്ച സമയം അനുവദിച്ചു. കേസ് ആ സമയം പരിഗണിക്കും. ന്യൂസ് 18 കൊച്ചി.
ഇടുക്കി കട്ടപ്പനയിൽ നടപ്പാതയിലേക്ക് പെട്ടി ഓട്ടോറിക്ഷ പാഞ്ഞു കയറി 2 മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. അലീന സജീവൻ, TK ദേവിക എന്നിവർക്കാണ് പരിക്കേറ്റത്. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമാണ് അപകടമുണ്ടായത്. അപകടമുണ്ടാക്കിയ ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. ഇറക്കത്തിൽ നിയന്ത്രണം വിട്ട പെട്ടി ഓട്ടോറിക്ഷ നടപ്പാതയിലേക്ക് പാഞ്ഞു കയറുകയായി. ഇവിടെ തന്നെ പഠിക്കുന്നത്, അപ്പുറത്തെ പഠിക്കുന്നത്. സ്കൂൾ പിള്ളേരെ സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ്. ഇന്ന് 10 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ഒഴിച്ചുള്ള ഇടങ്ങളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ടുള്ളത്. നാളെ 2 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ അതിതീവ്ര മഴ മുന്നറിയിപ്പ്. ആയിഷത്തിൽ ഷംന ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഷംന, ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്? മഞ്ജുഷ, വരും ദിവസങ്ങളിലും അതിശക്തമായ മഴ തന്നെയായിരിക്കും കേരളത്തിൽ ഉണ്ടാവുക എന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് എല്ലാ ജില്ലകൾക്കും മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകൾക്ക് യെല്ലോ അലേർട്ടാണ്. ഒപ്പം തന്നെ മറ്റെല്ലാ ജില്ലകൾക്കും ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം, അതായത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് നാളെ റെഡ് അലേർട്ടാണ്. ഒപ്പം തന്നെ കോട്ടയം മുതൽ വയനാട് വരെ എല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അലേർട്ട് ഉണ്ട്. മറ്റ് ജില്ലകൾക്ക് പത്തനംതിട്ടക്കും ഓറഞ്ച് അലേർട്ടാണ്. മറ്റ് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും. അങ്ങനെ വരുന്ന 17-ാം തീയതി വരെ അതിശക്തമായ മഴ തന്നെയായിരിക്കും. 17-ാം തീയതി വരെ റെഡ് അലേർട്ടുകൾ വിവിധ ജില്ലകൾക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാലവർഷം ശക്തമാകുന്നു എന്നതാണ് സാഹചര്യം. ഒപ്പം തന്നെ അതിശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. ഒപ്പം കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലകൾക്കൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഒപ്പം തന്നെ നേരത്തെയൊക്കെ മുന്നറിയിപ്പുണ്ടായിരുന്നു. ഇത്തവണ ജൂൺ അവസാനമാകുമ്പോഴേക്കും കൂടുതൽ മഴയായിരിക്കും ഉണ്ടാവുക എന്ന് നേരത്തെ മുന്നറിയിപ്പുണ്ടായിരുന്നു. അതിലേക്ക് തന്നെയാണ് ഇപ്പോൾ സാഹചര്യങ്ങൾ നയിക്കുന്നതും. അതായത് വരുന്ന ദിവസങ്ങളിലൊക്കെ അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് ഇതുവരെ പ്രവചിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് നിർദ്ദേശം. ശരി, സംസ്ഥാനത്ത് വീണ്ടും വ്യാപകമായ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. CMRL എക്സാലോജി കരാറിലെ CBI അന്വേഷണ ആവശ്യത്തിൽ മുഖ്യമന്ത്രിയുടെ വാദങ്ങൾക്കെതിരെ ഹർജിക്കാരന്റെ മറുപടി സത്യവാങ്മൂലം. അധികാര ദുർവിനിയോഗവും അഴിമതിയും മറയ്ക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ മറുപടി എന്നാണ് വാദം. അധികാര ദുർവിനിയോഗം ചോദ്യം ചെയ്തുള്ള പൊതു താൽപര്യ ഹർജി നിയമപരമായി നിലനിൽക്കുമെന്നും മറുപടി സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. ഡാനി പോൾ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, CBI അന്വേഷണം വേണ്ട എന്നാണ് മുഖ്യമന്ത്രി വാദിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകളും അങ്ങനെയാണ് സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഹർജിക്കാരന്റെ വാദങ്ങൾ എന്തൊക്കെയാണ്? മഞ്ജുഷി, 2 സത്യവാങ്മൂലങ്ങളെയും എതിർത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഹർജിക്കാരൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ കാര്യങ്ങൾ ബോധിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സത്യവാങ്മൂലത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അധികാര ദുർവിനിയോഗവും അഴിമതിയും മറക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ മറുപടി എന്ന് വ്യക്തമായിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പൊതു താൽപര്യ ഹർജി അത് നിയമപരമായി നിലനിൽക്കുന്നതാണ്. നിയമപരമായി അതിന് എല്ലാവിധ സാധുതയും ഉള്ളതാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. പ്രത്യേകിച്ച് ഇക്കാര്യങ്ങളിൽ സേവനം നൽകാതെയാണ് എക്സാലോജിക് എന്ന കമ്പനിക്ക് CMRL 1.72 കോടി രൂപ നൽകിയത്. ഇതിന് വ്യക്തമായ രീതിയിലുള്ള തെളിവുകളും കാര്യങ്ങളുമുണ്ട്. ഇക്കാര്യം ഇൻട്രിംഗ് സെറ്റിൽമെന്റ് ബോർഡും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രവുമല്ല, രേഖകളും സാക്ഷിമൊഴികളും എതിർകക്ഷികൾ ഇതുവരെ നിയമപരമായി ചോദ്യം ചെയ്തിട്ടുമില്ല. അപ്പോൾ ഈ നിലയ്ക്ക് വരുമ്പോൾ ഇതെല്ലാം തന്നെയും എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകാനാവില്ല. അധികാര ദുർവിനിയോഗത്തിന് നിയമപരമായ പരിരക്ഷ ആവശ്യപ്പെടാനാവില്ല എന്നും അദ്ദേഹത്തിന്റെ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്നവർ വ്യക്തിപരമായി ഇതിന് മറുപടി നൽകാൻ ബാധ്യസ്ഥരാണ്. അവരത് ഇത്തരം ഹർജികൾ ഉണ്ടാകുമ്പോൾ അതിന് മറുപടി നൽകേണ്ടതുണ്ട്. ഗുരുതര ആക്ഷേപങ്ങളിൽ നിന്ന് CBI അന്വേഷണത്തിന് ഉത്തരവിടാനാകുമെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഒപ്പം മുഖ്യമന്ത്രി നൽകിയ മറുപടി അവ്യക്തവും അതോടൊപ്പം തന്നെ യാതൊരു വിശ്വാസ്യതയും ഇല്ലാത്തതാണെന്ന് ഈ സത്യവാങ്മൂലത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ഈ കരാറ് വലിയ രീതിയിലുള്ള
അഴിമതി ഗൂഢാലോചനയാണ് CMRലും എക്സാലോജിക്കും തമ്മിലുള്ള കരാർ. അത് ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നു. എക്സാലോജിക് എന്ന് പറയുന്നത് തന്നെ രാഷ്ട്രീയ ബന്ധമുള്ള കമ്പനി തന്നെയാണെന്നും ഇതിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു സ്വതന്ത്ര അന്വേഷണം അനിവാര്യമാണ് എന്നതാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. ശരി, ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം ചെല്ലാനം കടൽഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റിൽ അവലോകന യോഗം ചേർന്നു. ജിയോ ബാഗുകൾ 2 ആഴ്ചയ്ക്കുള്ളിൽ അടിയന്തരമായി സ്ഥാപിക്കാൻ തീരുമാനമായിട്ടുണ്ട്. എന്നാൽ കടലാക്രമണത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകാത്തതിൽ അതൃപ്തിയിലാണ് കണ്ണമ്മാലി നിവാസികൾ. കടലാക്രമണ പ്രദേശമായ ചെല്ലാനം, എടവനക്കാട് തീരങ്ങളിൽ അടിയന്തര സുരക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് എറണാകുളം ജില്ലാ കളക്ടറേറ്റിൽ യോഗം ചേർന്നത്. ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് പ്രതിനിധികൾ, ഹർജിക്കാരുടെ അഭിഭാഷകർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കടലാക്രമണ സാധ്യതയുള്ള തീരങ്ങളിൽ 10 ദിവസത്തിനുള്ളിൽ ജിയോ ബാഗുകൾ സ്ഥാപിക്കാൻ യോഗത്തിൽ തീരുമാനമായി. മാത്രമല്ല, ഇതിനകത്ത് കൊച്ചിൻ പോർട്ടിന്റെ അതിന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഗൗരവമായിട്ടുള്ളൊരു ആലോചന നടന്നിട്ടില്ല. മാത്രമല്ല, ഈ തീരം അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിന്റെ ഗൗരവത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ മെയ് മാസം ആവുന്നതിന് മുമ്പ് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഒരു ശ്രമം സർക്കാർ നടത്തിയില്ല. ഇത്രയും വൈകിട്ടാണ് ഇപ്പോൾ ഇത് നടത്തുന്നത്. ഇപ്പോഴെങ്കിലും അത് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് ആശ്വാസമുണ്ട്. പക്ഷെ അത് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല, താൽക്കാലികമായിട്ടുള്ളൊരു ആശ്വാസത്തിലേക്ക് പോലും എത്തുന്നില്ല. അപ്പോൾ ഈ അനാസ്ഥ പരിഹരിക്കേണ്ടത് ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. ടെട്രോപോഡ് നിർമ്മാണത്തിലുള്ള നടപടികളുമായി മുന്നോട്ടു പോകും. അടിയന്തരമായി നടപ്പാക്കുന്നതിന് ഫണ്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെന്നും ADBയുമായി സഹകരിച്ച് നടപ്പാക്കാൻ ആലോചിക്കുന്നുവെന്നും കളക്ടർ പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് KP അഭിലാഷ് ചേരും.